എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ ക്രിസ്മസിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രിട്ടീഷ് പ്ലം കേക്കാണ്. ബ്രിട്ടീഷ് പ്ലം കേക്ക് അഥവാ ഇംഗ്ലീഷ് പ്ലം കേക്ക് എന്നും ഇത് അറിയപ്പെടും. കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് മനസ്സിൽ വിചാരിച്ചൊരു പ്ലം കേക്കാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് വളരെ ഈസിയാണ്. നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പ്ലം കേക്കിൻ്റെ അതേ ഒരു പ്രൊസീജിയർ തന്നെയാണ്. പക്ഷേ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്യാൻ മറന്നവർക്കും അതുപോലെ തന്നെ സമയമില്ലാത്തവർക്കും ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഇനി ഓൾറെഡി ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ശരിക്കുള്ള ബ്രിട്ടീഷ് പ്ലം കേക്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് തലേദിവസം കട്ടൻ കാപ്പിയിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഓൾറെഡി ഡ്രൈ ഫ്രൂട്ട്സ് റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ ആ ഡ്രൈ ഫ്രൂട്ട്സാണ് എടുക്കുന്നത്. ഇനി നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് പെട്ടെന്ന് സോക്ക് ചെയ്യാൻ സമയമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ തലേദിവസം തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അളവിൽ തലേദിവസം ഒരു അരക്കപ്പ് കട്ടൻ കാപ്പിയിൽ സോക്ക് ചെയ്ത് വെക്കാം. കട്ടൻ കാപ്പിയിൽ ചെയ്യുമ്പോൾ എങ്ങനെയിരിക്കും ടേസ്റ്റ് എന്ന് എനിക്കത്ര പിടുത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കട്ടൻ കാപ്പി ഇല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസോ അല്ലാന്നുണ്ടെങ്കിൽ റമ്മോ ബ്രാൻഡിയോ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പ്ലം കേക്കിൽ റമ്മിന് പകരം ബ്രാൻഡിയാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസ് ആണ് മെയിനായിട്ടുള്ളത്. നമ്മുടെ കേരള സ്റ്റൈലിലുള്ള പ്ലം കേക്കിൽ റമ്മാണ് യൂസ് ചെയ്യുന്നത്. അധികം താമസിയാതെ തന്നെ നമുക്ക് ഈ പ്ലം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ എടുത്തിരിക്കുന്ന മൈദയാണ്. ഇത് 225 ഗ്രാമാണ്. അതെന്ന് പറയുന്നത് 1.5 കപ്പ് മൈദ വന്നിട്ടുണ്ട്. അപ്പോൾ കപ്പിലും ഗ്രാമിലും നമ്മൾ പറയുന്നുണ്ട്. ഇനി മൈദയിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത്, 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ, പിന്നെ ഒരു 1/8 ടീസ്പൂൺ ഗ്രാമ്പൂവിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബദാം പൊടിച്ചതാണ്. ബ്രിട്ടീഷ് പ്ലം കേക്കിൽ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചേർക്കുന്നത് ഈ ബദാം പൊടിച്ചതാണ്. അപ്പോൾ ഇത് 110 ഗ്രാമാണ് വന്നിരിക്കുന്നത്. ഏകദേശം 1 കപ്പോളം വരും. അപ്പോൾ ബദാം തൊലി കളഞ്ഞിട്ട് വേണം പൊടിക്കാനായിട്ട്. മിക്സിലിട്ട് ഒരുപാട് അങ്ങ് പൊടിക്കരുത്, അതങ്ങ് പേസ്റ്റായി പോവും. അപ്പോൾ ഇതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ എടുക്കുക. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് ഇത്രയും തന്നെ മൈദ ചേർത്താൽ മതി. 110 ഗ്രാം മൈദ, അതായത് ഒരു കപ്പിനടുപ്പിച്ച് മൈദ ചേർക്കാം. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. 150 ഗ്രാം പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ്. ചെറിയ തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാരയാണ് വേണ്ടത്. വലിയ തരിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി വേണ്ടത് 4 മുട്ടയാണ്. റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ട എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു 1/2 കപ്പ് കാരമൽ സിറപ്പ്. ഇത് 1/2 കപ്പ് കാരമൽ സിറപ്പാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ പ്ലം കേക്ക് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് 1/2 കപ്പ് ലിക്വിഡ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബട്ടറാണ്. 150 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഈ ബട്ടർ എന്ന് പറയുന്നത് 2/3 കപ്പാണ്. ഇനി വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തതാണ്. സോക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊരു 450 ഗ്രാം എങ്കിലും മിനിമം എടുക്കണം. ഇനി ഇതിലേക്ക് 100 ഗ്രാം ഗ്ലേസ്ഡ് ചെറി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 100 ഗ്രാം ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചതാണ്. 100 ഗ്രാം ടൂട്ടി ഫ്രൂട്ടിയും കൂടെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഒരു 100 ഗ്രാം ബദാം ചോപ്പ് ചെയ്തതും. ഇതൊരു 8 ഇഞ്ചിൻ്റെ ടിന്നാണ്, ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഞാൻ ചെറിയൊരു ലോഫിൻ്റെ ടിന്നും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 225 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മൈദയിലേക്ക് നമുക്കിനി സ്പൈസസ് ചേർക്കാം. നമ്മൾ കേരള സ്റ്റൈലിലുള്ള പ്ലം കേക്കിൽ ചേർക്കുന്ന അത്രയും സ്പൈസസ് ഇതിൽ ചേർക്കില്ല. ഇതിൽ മെയിനായിട്ട് നമ്മൾ ജാതിക്ക പൊടിച്ചതാണ് കൂടുതലായിട്ട് ചേർക്കുന്നത്. അപ്പോൾ 1/2 ടീസ്പൂണാണ് നമ്മൾ ജാതിക്ക പൊടിച്ചത് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതും 1/8 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചതുമാണ് എടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം. ബേക്കിംഗ് സോഡ ഞാനിതിൽ ചേർക്കുന്നില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് വേണം. പിന്നെ ഒരു ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് 1 ടീസ്പൂൺ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർക്കാം. ഈ ഓറഞ്ചിൻ്റെ തൊലി ഇപ്പോൾ ചേർക്കണ്ട. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഈ പൊടിയിൽ ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം. സ്പൈസസ് ഞാൻ സെപ്പറേറ്റ് പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ പറയാനുള്ള എളുപ്പത്തിനും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിനും വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് സ്പൈസസ് എല്ലാം കൂടി ഇട്ട് മിക്സിയിലിട്ട് പൊടിച്ചാലും മതി. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം.
പൊടികൾ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികൾ നമ്മൾ അരിച്ചു മാറ്റി. അപ്പോൾ ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഞാൻ ഫ്രഷ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ നട്ട്സും പിന്നെ ഓറഞ്ചിൻ്റെ തൊലിയും ഒക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ 650 ഗ്രാംസ്, അതായത് 650 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഒരു മാസം മുന്നേ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നിങ്ങൾ സോക്ക് ചെയ്യാൻ മറന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള റേസിൻസും അതുപോലെ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും എടുത്തിട്ട് തലേ ദിവസം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ സോക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ റമ്മോ ബ്രാൻഡിയോ അല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസോ അല്ലാന്നുണ്ടെങ്കിൽ വൈനോ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ 650 ഗ്രാംസ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം ഇതിൽ മെയിനായിട്ടുള്ള ഒന്നാണ് ചെറീസ്. ഗ്ലേസ്ഡ് ചെറി എന്ന് പറയും. നമ്മുടെ നാട്ടിലെ ബേക്കറിയിലൊക്കെ കണ്ണാടി കുപ്പിയിലിട്ട് വെക്കുന്ന ചെറിയാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചാണ്. അപ്പോൾ ഇതിങ്ങനെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അത് കിട്ടുവാണെങ്കിൽ അതെടുക്കാം. അല്ലാതെങ്കിൽ ഇത് വീട്ടിൽ തന്നെ ചെയ്യുന്ന റെസിപ്പീസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ കണ്ടു നോക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ബദാമാണ്. ബദാം അല്ലെന്നുണ്ടെങ്കിൽ കാഷ്യൂ നട്ട്സ് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് നേരത്തെ നമ്മൾ മാറ്റി വെച്ചത് അതും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട്. ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ബദാമിൻ്റെ 110 ഗ്രാമാണ് ഈ ബദാമിൻ്റെ പൊടി നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 1 കപ്പ് വരും. അപ്പോൾ ഇതിങ്ങനെ കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്നവരെടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഈ ബദാം പൗഡർ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം മൈദ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. 110 ഗ്രാം, അതായത് 1 കപ്പിനടുത്ത് മൈദ വെച്ചിട്ട് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇത് കിട്ടുന്നവർ തീർച്ചയായിട്ടും ഇത് ചെയ്യുക. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ കേക്കിന് നല്ലൊരു റിച്ച് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുന്നതാണ്. ഇതിങ്ങനെ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ബാറ്ററിൽ ഇടുമ്പോൾ അടിയിലേക്ക് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ പൊടി വെച്ചിട്ട് കോട്ട് ചെയ്യുന്നത്. ബദാം പൗഡർ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ കുറേ നാളുകൾക്ക് മുൻപ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇപ്പം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി 1 കിലോ വന്നിട്ടുണ്ട്. 650 ഗ്രാമാണ് ഞാൻ എടുത്തിരുന്നത്. അതിലേക്ക് ഏകദേശം ഒരു 400 ഗ്രാമോളം എക്സ്ട്രാ ആയിട്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് ഇപ്പോൾ 1 കിലോ ആണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മുടെ പ്ലം കേക്കിൻ്റെ റെസിപ്പിയിൽ ഞാൻ യൂഷ്വലി 3 മുട്ടയാണ് ചേർക്കുന്നത്. പക്ഷേ ഈ റെസിപ്പിയിൽ നമുക്ക് 4 മുട്ട വേണം. കാരണം നമ്മൾ പൊടിയൊക്കെ എക്സ്ട്രാ എടുത്തിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ 4 മുട്ട നമ്മളൊരു പാത്രത്തിലേക്ക് തോടൊന്നും ഇല്ലാതെ പൊട്ടിച്ചൊഴിച്ചതാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 150 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ഉപ്പ് ചേർക്കാത്ത ബട്ടറാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഫ്രിഡ്ജിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തെടുത്ത് വെക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബട്ടർ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് പഞ്ചസാര ചേർക്കാൻ. ബട്ടർ നമ്മൾ 1 മിനിറ്റ് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഞാനിവിടെ 150 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. വളരെ ചെറിയ തരികളുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കുക.
പഞ്ചസാര നമ്മളൊരു 2 മിനിറ്റ് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. മുട്ട എല്ലാം കൂടെ ചേർക്കരുത്. അപ്പോൾ നിങ്ങൾ ബീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓരോ മുട്ട അറ്റ് എ ടൈം ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് ചേർത്തിട്ട് ബീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ബട്ടർ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബട്ടർ ബീറ്റ് ചെയ്യുമ്പം ചെറുതായിട്ട് പിരിഞ്ഞു പോയാലും യാതൊരു കുഴപ്പമില്ല. അത് ഒരു തരത്തിലും നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ചറിനെയോ കളറിനെയോ ഒന്നും ബാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യമില്ല. ബട്ടർ പിരിഞ്ഞു പോകുന്നത് നമ്മൾ ഇപ്പോൾ എക്സ്ട്രാ ആയിട്ട് ഇതിൽ വേറെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ബീറ്റ് ചെയ്യുമ്പോഴാണ്. ആ ഒരു ടെമ്പറേച്ചർ വ്യത്യാസത്തിൻ്റെ ഒക്കെ കൊണ്ടാണ് ബട്ടർ പിരിഞ്ഞു പോകുന്നത്. അപ്പോൾ പിരിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം കുറച്ച് പേര് അങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വിഷമിക്കണ്ട. നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കാരമൽ സിറപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ റെഡിമെയ്ഡായിട്ട് കാരമൽ സിറപ്പ് ചേർക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് വീട്ടിൽ തന്നെ കാരമൽ സിറപ്പ് ഉണ്ടാക്കുന്നതിനാണ്. അപ്പോൾ ടേസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിനാണ്. അപ്പോൾ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ലിക്വിഡാണ്. അപ്പോൾ ഇത് ചേർക്കുക. ഇനി നിങ്ങൾ സോക്ക് ചെയ്തപ്പോൾ ലിക്വിഡ് വന്നില്ല എന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസ് അതുപോലെ തന്നെ റമ്മ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 1/4 കപ്പ് വീതം മിക്സ് ചെയ്തിട്ട് 1/2 കപ്പ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മൈദയാണ്. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദ ഇതിലേക്ക് കുറേശ്ശായിട്ട് ചേർത്തിട്ട് ചെറിയ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലൊരു തവിയാണ് എടുക്കുന്നത്. 2 തവി ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു സ്പാറ്റില വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹാൻഡ് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് തടിത്തവിയോ വിസ്കോ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. കുറച്ചുകൂടെ സമയം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് 8 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ബട്ടർ പേപ്പറൊക്കെ ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 8 ഇഞ്ചിൻ്റെയോ 9 ഇഞ്ചിൻ്റെയോ കേക്ക് ടിൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മൾ ഈ ബാറ്റർ 2 ടിന്നിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയൊരു 9 ഇഞ്ചിൻ്റെ ട്രേ എടുക്കാവുന്നതാണ്. ഞാനപ്പം 8 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് ടിന്നിലേക്കും പിന്നെ ഒരു ചെറിയൊരു ലോഫ് ടിന്നിലേക്കുമാണ് മാറ്റുന്നത്. അപ്പോൾ നമ്മളിവിടെ കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിരിക്കുന്ന കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 450 ഗ്രാംസ് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടിന്നിൽ തന്നെ മതിയാകും. 8 ഇഞ്ചിൻ്റെ ഒരു ടിന്നിൽ ഇത് തികയുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. നമ്മൾ ഈ ഉണ്ടാക്കുന്ന കേക്ക് ഞാൻ നമ്മുടെ സ്വീഡനിലെ മലയാളികളുടെ ക്രിസ്മസ് കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കേക്കാണ്. കഴിഞ്ഞ വർഷവും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷത്തെ കേക്കാണിത്. അപ്പോൾ നമ്മൾ കേക്ക് ടിന്നിലേക്ക് ബാറ്ററൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാം. അതിന് മുൻപായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് കാഷ്യൂ നട്ട്സോ അല്ലാന്നുണ്ടെങ്കിൽ ആൽമണ്ട്സോ മുന്തിരിങ്ങ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ കാഷ്യൂ നട്ട്സ് വെക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ബേക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ പാത്രം 2 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാം. 170 ഡിഗ്രിയിൽ പ്രീ ഹീറ്റായി കിടക്കുന്ന അവനിലേക്ക് നമ്മൾ കേക്കിൻ്റെ ടിന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴത്തെ റാക്കിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. 170 ഡിഗ്രിയിൽ ആദ്യത്തെ 1 മണിക്കൂർ ബേക്ക് ചെയ്യുക. അതിനുശേഷം 160 ഡിഗ്രി ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് വീണ്ടും വേവുന്നവരെ ബേക്ക് ചെയ്യുക. വേവുന്നവരെ എന്ന് പറഞ്ഞാൽ ഓരോ ഓവനും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നമ്മൾ 1.5 മണിക്കൂർ കഴിയുമ്പോൾ തൊട്ട് നമ്മൾ സ്ക്യൂവറിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ 2 മണിക്കൂർ എടുത്തിട്ടാണ് ബേക്ക് ചെയ്തത്. ആദ്യത്തെ 1 മണിക്കൂർ 170 ഡിഗ്രി സെൽഷ്യസിലും രണ്ടാമത്തെ മണിക്കൂർ 160 ഡിഗ്രി സെൽഷ്യസിലും വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഞാനിവിടെ 2 മണിക്കൂറാണ് ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഒരു സ്ക്യൂവർ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം.
അപ്പോൾ കേക്ക് നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്, കളറിനൊന്നും ഒരു കുഴപ്പമില്ല, നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഈ ഒരു ടിന്നിൽ കുറേ നേരം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അങ്ങ് ബ്രൗൺ ആകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കൂളിംഗ് റാക്കിലേക്കൊന്ന് മാറ്റാം. നമ്മൾ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് മാറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആ ഒരു താഴത്തെ ബേക്കിംഗ് പേപ്പർ കേക്കിൻ്റെ സൈഡിൽ നിന്ന് പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കും. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലൊരു സ്ക്യൂവർ വെച്ചിട്ട് അവിടെ എവിടെയായിട്ട് ഒന്ന് കിഴുത്തുകൾ ഉണ്ടാക്കി കൊടുക്കുക. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് റമ്മാണ്. റമ്മോ ബ്രാൻഡിയോ വിസ്കോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇത് ഈ ബ്രഷ് മുക്കിയതിന് ശേഷം ഇതിലൊന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ക്രിസ്മസ് ഒക്കെ അടുത്ത സമയമാണ്, നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ 1-2 തവണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി, 2 ദിവസം കൂടുമ്പോൾ. ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ കേക്ക് കുറേ നാൾ കേടാകാതെ ഇരിക്കും. അതുപോലെ തന്നെ നല്ലൊരു മോയ്സ്നെസ്സും കേക്കിന് കിട്ടും. നമുക്കിനി ഈ പ്ലം കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്ത് ഉപയോഗിക്കരുത്, കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. നമ്മളത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് അതേപോലെ തിരിച്ച് വെച്ച് റാപ്പ് ചെയ്ത് വെക്കുകയാണ്. നല്ല റിച്ച് ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇതിൽ നമ്മൾ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ചേർക്കണമെന്നില്ല, 450 ഗ്രാമെങ്കിലും മിനിമം ചേർത്താൽ മതി. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് അതേപോലെ തന്നെ തിരിച്ച് വെച്ചിട്ട് നമുക്ക് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. റാപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. 2ആയിട്ടാണ് നമ്മളിത് പൊതിയുന്നത്. 2 പേപ്പർ വെച്ചിട്ട് പൊതിയും. വെയ് ചെയ്ത് നോക്കിയപ്പം 1380 ഗ്രാം വന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് വെയിറ്റ് ഒന്ന് കുറയും. ഒരു ലെയറിലൂടെ വീണ്ടും ഒന്ന് കവർ ചെയ്യുക. ഇനി ഒരു അലുമിനിയം റാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് കവർ ചെയ്തിട്ട് ഒരു അലമാരിയിൽ സൂക്ഷിച്ച് വെക്കാം. എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രം ഉണ്ടെങ്കിൽ അതിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇന്നത്തെ ഈ പ്ലം കേക്കിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുന്ന ഫോട്ടോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയച്ചു തരണം. കഴിഞ്ഞ ദിവസം നമ്മളൊരു കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് എൻകറേജ് ചെയ്യുന്ന രീതിയിൽ കമൻസ് ഇട്ടു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സമയം കണ്ടെത്തി എനിക്കിട്ടുന്ന ഓരോ കമൻറ്റും എനിക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ അതിനെല്ലാം ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനിയും കുറച്ച് റെസിപ്പീസൊക്കെ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.